നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. പലരും വന്നിട്ട് പറയും, തിരുമേനി ശുക്രദശയാണ്, ഒരു പ്രയോജനവുമില്ല. തിരുമേനി വ്യാഴദശയാണ്, ഭയങ്കര കഷ്ടകാലാണ്. തിരുമേനി നല്ല കാലാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഏത് അമ്പലത്തിൽ ചെന്ന് പുഷ്പാഞ്ജലി കഴിച്ചാലും നല്ല കാലാന്ന് പറയും. പക്ഷെ ഒരു നല്ല കാലം അനുഭവിക്കണില്ല. എൻ്റെ തിരുമേനി ജാതകത്തിൽ എന്താ യോഗം എന്നറിയാവോ? ഒരു ഗുണവുമില്ല. ഇങ്ങനെ പറയുന്ന നിരവധി ആൾക്കാരെ നിരന്തരം കാണുമ്പോൾ അവരോട് ചെറിയ ഉത്തരം അതിന് പറയേണ്ടതായി വരുന്നു. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ അതെന്താണെന്ന് അറിയാം. നമ്മുടെ ശരിക്കും നമ്മുടെ ജാതകം എന്താ പറയണേ, പലവിധ കാര്യങ്ങൾ കൊണ്ട് പലവിധ ഗുണങ്ങളുണ്ട്, പലവിധ ദോഷങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ കർമ്മങ്ങൾ, മാതാപിതാക്കളുടെ പ്രാർത്ഥന, ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ക്ഷേത്ര ദർശനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലങ്ങളിലൂടെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി ജനിക്കുന്ന സമയത്തെ ജാതകത്തിലെ ലഗ്നമായിട്ടും അതിൽ ഓരോ ഓർബിറ്റിൽ ഓരോ ഗ്രഹങ്ങൾ ഓരോ ഓർബിറ്റിലുകളിൽ ഓരോ ക്ഷേത്രങ്ങളിൽ രാശികളിൽ നിൽക്കുന്നു. ജ്യോതിഷപരമായിട്ട് ഓരോ രാശിയിൽ അതിൽ വ്യാഴം നല്ല ദശസ്ഥാനത്ത് നിന്നാൽ നമ്മൾ ഭയങ്കര അനുഗ്രഹം ഉണ്ടെന്ന് പറയും. ബുധൻ നല്ല സ്ഥാനത്ത് നിന്നാൽ അതിൻ്റെ ഫലം പറയും. രവിയും ചന്ദ്രനും നിന്ന് അതിൻ്റെ ഫലം പറയും. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ജന്മനാൽ അയാൾക്ക് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള യോഗങ്ങളെല്ലാം ഉണ്ട്, ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒരു രൂപരേഖയാണ് ജാതകം. നമ്മളിപ്പോൾ ഈ ന്യൂ ജനറേഷൻ വണ്ടികൾ മേടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടികൾക്ക് നമുക്ക് പല കാര്യങ്ങളുണ്ട്. കുറച്ച് ഹൈ സ്പീഡിൽ പോകാവുന്ന ഗിയറുകളുണ്ട്, നല്ല തണുപ്പ് കിട്ടുന്ന AC ഉണ്ട്, തണുപ്പ് കുറയ്ക്കാവുന്ന അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ഹോട്ടാക്കാൻ പറ്റും. അതിനകത്ത് പല സാധനങ്ങളുണ്ട്. അത് ഏത് സമയത്ത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് ആ വണ്ടിയുമായി പരിചിതമായി നിൽക്കുന്ന ഒരു ഡ്രൈവർ നിശ്ചയിക്കണ പോലെയാണ്. അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ ജാതകത്തിനകത്ത് പല ഗുണങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അതെങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് ഈ ജന്മത്തിലെ കർമ്മവും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് നമ്മൾ ഈ ജന്മത്തിൽ എനിക്കിത്ര യോഗമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ നിരന്തരം ക്ഷേത്രത്തിൽ പോയിരുന്നു, ഞാൻ മാസത്തിലൊന്ന് ഇന്ന അമ്പലത്തിൽ പോകുന്നുണ്ട്, എൻ്റെ ജാതകത്തിൽ ഇത്ര യോഗം കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ നന്നാവണില്ല. അങ്ങനെയല്ല. ഇപ്പം ഒരാൾക്ക് ജാതകത്തിനകത്ത് ശരിക്ക് ഒരു സിനിമാ നടനാവാൻ യോഗമുണ്ട്. അയാൾ അഭിനയം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ അയാൾ എങ്ങനെയാണ് സിനിമാ നടനാവുക? ഒരാൾക്ക് രാഷ്ട്രീയപരമായി അത്യുന്നതയിൽ എത്താൻ യോഗമുണ്ട്. അത് രാഷ്ട്രീയത്തിൽ നോക്കുകയോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുകയോ രാഷ്ട്രീയവുമായി പുലബന്ധമില്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയക്കാരനാവും. ഒരാൾക്ക് സംഗീതത്തിൽ ഗംഭീരനാവാൻ യോഗം, കലാപരമായ സംഗീതം ചിത്രരചനയിലൊക്കെ കേമനാവും. ജാതകത്തിൽ എഴുതാറുണ്ട്. അയാൾ പാട്ട് കേൾക്കുകയില്ല, പാട്ട് പഠിക്കുകയില്ല. പാട്ട് കേട്ടാൽ ഓടുന്നൊരു വ്യക്തി എങ്ങനെ പാട്ട് പാടും? പോലീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരാകാനുള്ള യോഗമുണ്ട്. സ്കൂളിൽ പോകത്തുമില്ല, സ്കൂളിൽ പോയാൽ പഠിക്കത്തുമില്ല, ആ ഒരു രീതിയിൽ കോഴ്സുകൾ പോകുന്നില്ല. എങ്ങനെയാവും? അപ്പം ജാതകം എന്ന് പറയുന്നത് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ദിശാരേഖയാണ്. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യണം, ചെയ്യാൻ പറ്റിയാൽ ഗുണകരമാണ് എന്ന് പറയുന്നത് എന്തിനെയാണോ അതിനെയാണ് ജാതകം എന്ന് പറയുന്നത്. അപ്പം ആ ജാതകത്തിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സക്സസ് അല്ല, കൂടുതൽ സക്സസ് ആണ് ലഭിക്കുന്നത്. വെറും വിജയമല്ല, ഭയങ്കര വിജയമാണ് ലഭിക്കുന്നത്. അപ്പം ജാതകത്തിന് യോഗമുണ്ട്, അദ്ദേഹം ഇന്ന പോലെയാകും. ഇപ്പം നമ്മൾ അതറിയാം, ഇതുമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് വളരെ വലിയ വലിയ പൊസിഷനിൽ എത്തുന്നു. അതെന്താ കാരണം വെച്ചാൽ അയാളുടെ ജാതകത്തിലുള്ള ആ ആഗ്രഹം, അയാൾ ആ ആഗ്രഹപ്രകാരം മുന്നേറി. അപ്പം അതുകൊണ്ട് ജാതകത്തിൽ ഏതൊക്കെ യോഗം ജോലികൾക്ക് സാധ്യതയുണ്ട്, ഏതൊക്കെ ജീവിതങ്ങൾക്ക് സാധ്യത, ഇപ്പം ആയുസ്സൊക്കെ നിർണ്ണയിക്കുന്ന പോലെ തന്നെ എല്ലാം നിർണ്ണയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പറയാൻ അറിയാവുന്ന ഒരാളാവണം നമ്മൾ കാണുന്ന വ്യക്തി തന്നെ. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് എത്ര ശക്തമായിട്ട് അതിനെ മുൻപോട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നേർരേഖ മാത്രമാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നമുക്ക് അനുയോജ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അത് സക്സസ്സിലേക്ക് വരുന്നത്. അപ്പം ശരിക്ക് ചൂണ്ടുപലകയാണ് ജ്യോതിഷം. അല്ലാണ്ട് ജ്യോതിഷം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജ്യോതിഷ കണ്ട കംപ്ലീറ്റ് പ്രശ്നങ്ങൾ തീർന്നു എന്നല്ല. ഇപ്പോൾ ഒരാളെ നമ്മൾ അമ്പലത്തിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിറ്റേ ദിവസം തൊട്ട് ലോട്ടറി അടിച്ച് കോടികൾ പൈസ വന്നു, സംഭവം സെറ്റായി. അതല്ല, അങ്ങനെയല്ല. ആ ക്ഷേത്ര ദർശനം കൊണ്ട് അയാൾക്കുടെ ഗ്രഹപ്രാദോഷങ്ങൾ മാറിയിട്ട് അയാൾക്ക് അനുകൂലമായ ഘടകങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, അനുകൂലമായ ഘടകങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ജ്യോതിഷം എന്ന് പറയുന്നത് സക്സസ് ആവണം. നിങ്ങളുടെ ഭാഗ്യാഭിവൃദ്ധികളെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ അമ്പലത്തിൽ വിടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗ്യാഭിവൃദ്ധികളെ കുറച്ചുകൂടി കൂട്ടുന്നതായിരിക്കും അമ്പലത്തിൽ വിടുമ്പോൾ. നിങ്ങൾക്കുണ്ടാവുന്ന കഷ്ടകാലങ്ങളെ ദുഷ്കൃതത്തെ മാറ്റി സുഹൃതത്തെ ക്രിയേറ്റ് ചെയ്യാൻ, സുഹൃതം നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്ഷേത്ര ദർശനം നടത്താൻ പറയണേ, അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറയണേ. നാമജപാദികളായാലും അമ്പലത്തിൽ പോക്കാണേലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലുള്ള ഭാഗ്യം, നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ വരുത്തുക, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങളെ കൂടുതൽ സൃഷ്ടിക്കപ്പെടുത്തുക. അതാണ് ഏതൊരു ജ്യോതിഷവും ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ആ ജ്യോതിഷം ചെയ്തു കഴിയുമ്പോഴോ, അത് ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ദോഷങ്ങളെ മാറ്റുക, അതിനകത്ത് കിട്ടുന്ന ഭാഗ്യം കൊണ്ട് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതിനെ വൃത്തിയായി ചെയ്യുമ്പോഴാണ് 100% സക്സസ് ആവണേ. ദിശാരേഖകൾ മാത്രമാണ് ജ്യോതിഷവും ജാതകവും. കാരണം ജാതകത്തിലെ യോഗങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കെല്ലാം വന്നോളും, ശിവ ശിവ രാമ രാമ എന്നും പറഞ്ഞിങ്ങനെ ഇല്ലത്തെ അല്ലെ കുടുംബത്തെ സെറ്റിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വരും എന്ന് പറയുന്ന മിഥ്യാധാരണയാണ്. ഓടിപ്പോയി അടുത്തുള്ള തിരുമേനിയെ കണ്ടു, 5000 രൂപ കൊടുത്തു, മറ്റേ ആകർഷണ യന്ത്രം തല ധരിച്ചു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ കണ്ണാടി മുമ്പിൽ ഇരുന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നാൽ ആരും സിനിമാ നടനാകാൻ പോകുന്നില്ല. ഈ ആകർഷണ യന്ത്രം ഉണ്ടല്ലോ കയ്യിൽ, ഇപ്പം ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് നിൽക്കണേ, ഒരാകർഷണം ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ കെട്ടിക്കൂട്ടി തൂക്കി അടക്കാന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാനുള്ള ബാലപാഠം തൊട്ട് തുടങ്ങണം, അവസരങ്ങൾ തേടണം, അതിനുവേണ്ടിയുള്ള ഭാഗ്യം ഉണ്ടാവാൻ മാത്രമാണ് നാമജപവും ക്ഷേത്ര ദർശനവും. അതാണ്. അല്ലാണ്ട് പെട്ടെന്നൊരു ഹോമം കഴിച്ചു, പെട്ടെന്നൊരു തകിട് കെട്ടി ഇതുകൊണ്ട് എല്ലാം കിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല ജ്യോതിഷം. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകുന്ന ഒരു അവസ്ഥയായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ആ ജാതകത്തിൽ എനിക്കിപ്പോൾ ജോലി കിട്ടണം, ആ 10ാം ഭാവത്തുള്ള ഗ്രഹം ഏതാണ്, ആ 10ാം ഭാവാധിപൻ ആരാണ്, ഞാൻ ആരെ പ്രാർത്ഥിക്കണം, ആരുടെ നാമം ജപിക്കണം, അത് 1ാം ക്ലാസ് കൊടുക്കണം, എനിക്ക് സക്സസ് ആയ ലൈഫ് എവിടെ കിട്ടുമെന്ന് അച്ഛനമ്മമാർ നോക്കി വെക്കണം. മോനെ ഇന്നയാളെ പ്രാർത്ഥിച്ചോളൂ, നിനക്ക് നല്ലത് വരും, അത് നല്ലതാവും. ആ 10ാം ഭാവം എപ്പോഴും നോക്കിയിരിക്കണം, കർമാധിപനെ. അതാണ് ജാതകം. ആ കൂടെ ചിലപ്പോൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ശാപതാപങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം, അതിനൊക്കെ നമ്മൾ അമ്പല ദർശനവും നാമജപവും ചെയ്യണം. അതിനുള്ള അമ്പല ദർശനവും നാമജപവും ഒരു ദിവസത്തേക്കല്ല, നിരന്തരമായ നാമജപമാണ്. നിരന്തരമായ നാമജപമാണ്. നമുക്ക് ആ സമയം വന്നു ചേരുന്നിടം വരെയാണ് ചെയ്യണ്ടേ. ഒരാഴ്ച അമ്പലത്തിൽ പോയി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന കുറേ ആൾക്കാരും ഉണ്ട്. എന്തിന്? അത് ഒരാഴ്ച കൊണ്ട് വരുന്നത് ATM കാർഡല്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ SSLC പരീക്ഷ എഴുതണമെങ്കിൽ 1, 2, 3, 4, 5, 6 എല്ലാ ക്ലാസ്സും പാസ്സായില്ലേ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പിലേക്ക് എത്തുള്ളൂ. അതുവരെ എത്താനൊരു സമയമുണ്ട്. ഒരു ചെടി നട്ടിട്ട് ഒരു ദിവസം ഒരു ചെടി അങ്ങ് നട്ടു, പിറ്റേ ദിവസം ഒരു 10 കിലോ വളവും 10 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ പിറ്റേ ദിവസം കായ്ക്കില്ല. അത് വളർന്ന് പന്തലിക്കാനും അതിന് കായ്ക്കാനും അതിനൊരു കാലമുണ്ട്. ആ കാലത്തിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ആ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയെ വെള്ളവും വളവും കുളിച്ച് നമ്മൾ വളർച്ചയ്ക്ക് കായ്ഫലം ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന കാലഘട്ടം പോലെ തന്നെ ഒരു കുഞ്ഞുണ്ടാകുമ്പം അവന് വളർച്ചയോടുകൂടി കായ്ഫലം ഉണ്ടാകാനുള്ള അവസരങ്ങളിൽ ഏത് ഭഗവാനെ പ്രാർത്ഥിക്കണം, ആരെ തൊഴണം, ഏത് നാമം ജപിക്കണം എന്ന് പറയുന്ന അവന് കൊടുക്കുന്ന, അതായത് കൃഷി ഓഫീസർ എഴുതി തരും. ഈ മണ്ണിന് അമ്ലാംശമുണ്ട്, അതുകൊണ്ട് ഇന്ന വളങ്ങൾ ഉപയോഗിച്ചാൽ ഈ തെങ്ങ് നന്നായി വളരും എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷന്മാർ പറയും, ഇന്ന ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചാൽ, ഇന്ന നാമജപാദികൾ ചെയ്താൽ ഇയാൾ ജീവിതത്തിലെ നല്ല സക്സസ് ആവും. അത് സക്സസ് ആയാലും അവിടം വരെ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ജാതകത്തെ നിരൂപണം ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നിരാശയുടെ ചിന്തകളിലൂടെ, നിരാശയായി നിൽക്കുന്ന മനസ്സിലൂടെ, നിരാശയായി നിൽക്കുന്ന പ്രാർത്ഥനയിലൂടെ, നിരാശയമായി നിൽക്കുന്ന കാഴ്ചകളിലൂടെ ജീവിതത്തെ പടുകുഴിയിലേക്ക് പോകാറില്ല, സക്സസ്സിലേക്ക്, നമ്മുടെ പൂർത്തീകരണത്തിലേക്ക്, വൻ വിജയത്തിലേക്ക് ആരെയൊക്കെ കൂട്ടണോ, ആരെയൊക്കെ കൂടെ നിർത്തണോ, ഏതൊക്കെ ഈശ്വരന്മാരെ കൂടെ നിർത്തണോ, അതിനെ പരിശീലിപ്പിക്കുന്നതാണ് ജ്യോതിഷം. അതാണ് സക്സസ്. നിങ്ങൾ ചിന്തകളും പ്രാർത്ഥനകളും ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ. 100% നിങ്ങൾക്ക് അനുകൂലമാകും ജാതകവും ജ്യോതിഷവും. 100% നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങളുടെ സക്സസ് റേറ്റ്. നിങ്ങളുടെ ഭാഗ്യാഭിവൃദ്ധിയും അതുപോലെ തന്നെ കൂടും.
ജ്യോതിഷത്തെ ജ്യോതിഷമായി തന്നെ കണ്ടു വേണം മുമ്പോട്ട് പോകാൻ. നമസ്കാരം ഗോവിന്ദൻ പുരി.